അപ്പൊ ഇന്നത്തെ പരിപാടി മീൻപിടുത്താണ്. നമ്മളെ കുളത്തുനിന്നല്ല, പുഴയെന്ന് കേട്ടോ ബിയമോള് ഞാൻ മീൻ പിടിക്കണേ. നമ്മളെ കടവിൽ നിന്ന് തന്നെ നമ്മള് വലയിട്ട് മീൻ പിടിക്കും അല്ലേ. സ്കൂളൊക്കെ തുറക്കാനായി. ബിയമോള് കുറേ ദിവസമായി നമുക്ക് മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുഴയിലോളം ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല, പിന്നെ എനിക്കാണെങ്കിൽ സമയം കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങള് കുറച്ച് മീനെ പിടിക്കും. അപ്പൊ നമ്മളെ കടവിലെത്തിട്ടോ. നോക്കി ഇറങ്ങണേ, കല്ലുണ്ട്. വെള്ളം കുറച്ച് കുറഞ്ഞില്ലേ. 2 ദിവസം മഴയൊക്കെ പെയ്തിട്ട് വെള്ളം ഒന്ന് കൂടിനു. ഇപ്പൊ കുറവാണ്. ഈ ഒരാഴ്ചയും കൂടെ പുഴയിൽ ഈ ലെവലിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ, പിന്നെ കൂടിപ്പോവും. അപ്പൊ നമുക്ക് മീൻപിടുത്തം ഒന്നും നടക്കൂല. ഇതോട്ട് മാറ്റിയേട്ടോ. ഇതൊക്കെ ഫുള്ള് കള കയറിയിട്ടുണ്ട്, നോക്കി വാട്ടോ. അപ്പൊ നമുക്കേ താഴേക്ക് ഇറങ്ങണം. അത് അവിടെ പോയിട്ട് നോക്കാം ഏത് ഭാഗത്ത വല ഇടാന്നൊക്കെ. മീനൊക്കെ കാണുന്നുണ്ട് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് വല ഇടാം. പതുക്കെ ഇറങ്ങേ. കല്ലളകിയണ്ടേ. ഇങ്ങോട്ടോ, ഈ പാറമ കൊണ്ടേ വെക്കാം. ഇവിടെ വന്നോ. ബിയമോള് മീൻ പിടുത്തം തുടങ്ങി കേട്ടോ. വെള്ളം കലക്കല്ലേ, വെള്ളം കലക്കി നമുക്ക് മീൻ കിട്ടൂല. നോക്കണം കേട്ടോ, കല്ലുണ്ട്. അവള് കൈയായിട്ട് ഇങ്ങനെ മീനെ പിടിക്കാൻ പോവാണ്. നീ ബക്കറ്റ് പിടിച്ചേട്ടോ, കിട്ടിയതിലിട്ടോ. അപ്പൊ നമുക്ക് വലയിടല് തുടങ്ങാം. നമ്മൾ വല ഇടുന്നത് ആ താഴ്ന്ന കേട്ടോ. അവിടുന്ന് ഒരു പാറയൊക്കെ കാണുന്നില്ലേ, അവിടുന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മളെ കടവ് വരെ ഇടാം. 2 വല ഇടുന്നുള്ളൂ. അപ്പം അത്യാവശ്യം നമ്മൾ വല ഇട്ട് വരുമ്പോൾ ഇവിടം വരെ എത്തും. അപ്പൊ ഇടുന്ന വല ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിന്റെ മുന്നൊക്കെ മീൻ പിടിക്കുന്ന വല തന്നെ ഇന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചാ. അന്ന് കുറേ മീനെ പിടിച്ചിട്ട് അന്ന് എടുത്ത് വെച്ചതാ വല, പിന്നെ എടുത്തിട്ടില്ല. ചെറിയ കണ്ണിയാണ്. ഇതിലധികം ചെറിയ മീനുകളെ കിട്ടുള്ളൂ. നമുക്ക് അത് മതി. അതാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വലിയ മീനെക്കാട്ടി എപ്പോഴും ചെറിയ മീനാ. പിന്നെ താഴെ പോയിട്ട് വല ഇടല്ലേ. അപ്പൊ ഇവിടെ നിൽക്കും, ഞങ്ങൾ ഇട്ടിട്ട് വരാം. അങ്ങോട്ടൊന്നും പോരുത്, ഇവിടെ മാത്രം നിന്നാ കേട്ടോ. ഇവിടെ വലിയ ആഴൊന്നുമില്ല, അതുകൊണ്ടാണ് ബിയമോൾ ഇവിടെ നിർത്തുന്നത് കേട്ടോ. നമുക്ക് ഇനി വല അങ്ങനെ ഇട്ടിട്ട് വരാം. നല്ല മീൻ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് വെയിൽ കുറവാണ്. നല്ല ഇവിടെ കല്ലാമുട്ടി ഉണ്ട്, നമ്മളെ കല്ലാങ്കേരി എന്ന് പറയുന്ന സാധനം. അത് ഈ കല്ലിലാണ് കൂടുതൽ ഉണ്ടാവുക. അതെന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. ചെറിയ കണ്ണി ഇട്ടാല് കാണുന്നുണ്ടോ, ഒളിക്കുന്നുണ്ട് മീൻ. എല്ലാം ഒളിക്കുക, അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. നമ്മൾ ഇറങ്ങിയത് കൊണ്ട് എന്തായാലും താഴെ പോവാ. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴ പെയ്യും കേട്ടോ, മഴക്കാറുണ്ട്. ഇങ്ങനെ കാണുന്നില്ല, ഈ സൈഡിലൊക്കെ കാണുന്ന പായലിലൊക്കെ നല്ല മീനുണ്ടാവും. ഇവിടെയൊക്കെ ഇപ്പൊ നല്ല പുല്ലുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ടേ പോത്തിനെ മേക്കുന്ന സ്ഥലേനു. ഇപ്പൊ കുറെ ആയി നമ്മൾ പോത്തിനൊക്കെ വിട്ടിട്ട്. നമുക്ക് ഇഷ്ടംപോലെ പച്ചപ്പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നല്ല പുല്ല് കയറിയിട്ടുണ്ട്. ആദ്യമൊക്കെ എന്നും മേക്കാൻ പിന്നെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം. ഇവിടെ തിന്ന് പുല്ലൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വെളിച്ചായിരുന്നു. ഇപ്പൊ നല്ല കളയും പുല്ലൊക്കെ ആയിട്ട് കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കേട്ടോ പലയിടുന്ന് നമ്മൾ അവിടുന്ന് കാണിച്ച പാറ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടിട്ട് നേരെ മേലേക്ക് അങ്ങനെ ഇട്ട് പോവാ. വല ഒന്ന് സെറ്റാക്കട്ടെ. വല നമ്മൾ എത്ര എടുത്ത് വെച്ചാലും ഇടാൻ നേരത്ത് ചിലപ്പോ ഒന്ന് കുടുങ്ങും, കെട്ടി കുടുങ്ങും. വെള്ളത്തിൽ ഇറങ്ങാൻ നേരത്തെ കാല് ചൊറിഞ്ഞപ്പോ നോക്കിയതാ. പുഴയിൽ വന്നാൽ എന്തായാലും ഇത് ഉറപ്പാ. നോക്ക് അട്ട. ഇവിടെ ഈ ഓടയുടെ ഇലയൊക്കെ ഉള്ളതുകൊണ്ട്, ഓടച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കട്ട ഉണ്ടാവും. കിട്ടുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കേട്ടോ വല ഇടുന്നത്. ഇവിടെ കുത്തി നേരെ മേലേക്ക് ഇടാം. നമ്മൾ തെണ്ടാടി വല ഇടുമ്പോ എങ്ങനെയാണ്, ഒരു സൈഡ് കുത്തിയിട്ട് ഇതുപോലെ അയച്ചിട്ട് പോകും. രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ മഴ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലയിടാൻ കഴിയില്ല, നല്ല ഒഴുക്കായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് തെണ്ടാടി ഇതുപോലെ ഇടാൻ പറ്റുള്ളൂ. ഇവിടെ വെള്ളം കുറവാ. നമ്മൾ ഇടുന്ന സമയത്ത് പരലൊക്കെ എന്തായാലും ഒളിക്കും കേട്ടോ, ചെറിയ മീനുകളൊക്കെ. ഇനി നമുക്കൊന്ന് നല്ലൊന്ന്
വലക്കിട്ട് കഴിഞ്ഞിട്ട് ഓടിക്കണം. മീനുകളൊക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞാലേ വേഗം വന്ന് വലയെ കൊടുങ്ങുള്ളൂ. വിയമോൾ എന്താ സ്ഥിതി? മീൻ കിട്ടിയാ? വിയമോളതാ മുകളിലുണ്ട് കേട്ടോ. അങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് വരും, ഞങ്ങൾ അങ്ങോട്ട് വരും കേട്ടോ. നമ്മൾ വലയിട്ട് നേരെ നമ്മളെ കടവിലേക്കട്ടെ പോകുന്നത്. നമ്മൾ വലയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളെ കടവ് വരെ വലയിട്ട് കേട്ടോ. താഴെ നിന്ന് ഇങ്ങോട്ട് മേലെ വരെ വലയിട്ട്. വിയമോൾക്ക് എന്താ കിട്ടിയത്? കക്ക. ആ, വിയമോൾക്ക് കുറെ കക്ക കിട്ടിയായിരുന്നു. നോക്കവാ, അടുത്ത പരിപാടി നല്ല ഓടിക്കണം കേട്ടോ ഇനി മീനിനെ. വിയമോള് കുണ്ടുള്ള സ്ഥലത്തേക്ക് വരണ്ട, ആയില്ലാത്തോടത്തേക്ക് വന്ന് ഇവിടുന്ന് ആട്ടിയാൽ കേട്ടോ. അപ്പൊ അതാ വിയമോള് കുറെ കക്ക. ആ, വലിയ കക്ക ഉണ്ടല്ലോ, വലുതും ചെറുതും. ഇതാ നല്ല ചെറിയ കക്കൊക്കെ ഉണ്ട്. മീനൊന്നും കിട്ടിയില്ല. ഇതൊക്കെ ഇത് ചത്തുപോയണ്ടാ. ഇതാ ചെറിയൊരു ഞണ്ടിന്റെ കുട്ടി ചത്തുപോയതാ. ഇത് കളഞ്ഞാൽ കേട്ടോ, ഞണ്ടിനെ വിടാ പോട്ടെ. ചത്തതാ. കക്കയൊക്കെ എടുത്ത് വെച്ചോ. അപ്പൊ ഇനി നമ്മളെ പരിപാടിയേ ഇവിടുന്ന് അങ്ങോട്ട് താഴെ വരെ മീനൊന്ന് ഓടിക്കട്ടെ. അതുപോലെ ഇതാ ഇവിടെയൊക്കെ വലയുണ്ട്. അപ്പൊ വലേന്റെ ഉള്ളിൽ കയറിയിട്ട് വേണം മീനിനെ ഓടിക്കാന്. ഈ കല്ലിൻ്റെ ഉള്ളിലൊക്കെ നല്ല മീൻ ഉണ്ടാവും. ഒരു കമ്പൊക്കെ എടുത്തിട്ട് ഇതുപോലെ കുത്തി മീൻ ഓടിക്കി. ഓടക്കഷ്ണം കിട്ടി. നമ്മൾ മീനിനെയൊക്കെ നല്ല ഓടിച്ച് സെറ്റാക്കി നിൽക്കുമ്പോൾ മഴ അങ്ങോട്ട് പെയ്ത് അത് അവിടെ ഇട്ട് എല്ലാവരും ഓടിട്ടോ. ഇപ്പൊ ഇതാ 2 വല എടുത്തിട്ടോ. പിന്നെ മഴ ചോർത്തിട്ട് ഞങ്ങൾ വല ഒന്ന് എടുത്തത്. അപ്പൊ അതൊക്കെ വിയമോളൊക്കെ നല്ല സുന്ദരിയായിട്ട് വരെ പോയി നല്ല കുളിച്ച് സെറ്റായി വന്നിട്ട് മീനെ കാണാന്. അപ്പൊ മീനെ കാണണ്ടേനി. അപ്പൊ നല്ല ഭാഗ്യമുണ്ട് നമുക്ക്. എന്തായാലും വല നിറച്ച് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയില് നമ്മൾ നിന്നിട്ട് നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാ. വലിയ 2 മീൻ ചെയ്യാ കാണില്ലല്ലോ വലന്റെ ഉള്ളില്. ഒന്നിച്ചു കേട്ടോ. അങ്ങനെ വിയമോക്ക് വറുക്കാനുള്ള ഇതാ മീനെ ഇവിടുന്ന് കണ്ട് വറുക്കാനുള്ള നല്ല വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. സംഭവം ഫ്ലോപ്പായി. നമ്മൾ മീൻ പിടുത്തതാ ബക്കറ്റില്ല കേട്ടോ. അതാ വിയമോൾക്ക് നല്ലൊരു കല്ലാങ്കേരി കേട്ടത്. പിന്നെ 2 മീനും കൂടെ കണ്ടിരുന്ന അതില് എങ്ങനെ ഈ 2 മീൻ ഇതിൽ കുടുങ്ങിപ്പോയതാട്ടോ. ചെറിയ മീനുകളാ, ഇതിൽ കുടുങ്ങേണ്ട മീനുകളല്ല, അത്രയും ചെറുതാ. ഇതാ ബക്കറ്റിലടാ ഒന്നൂടെ ഉണ്ട്. ഇതാ ഇതാ. അപ്പം ഒരു വലയെന്ന് നമുക്ക് ഇതാ ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലിക്കട്ടെ. ഇതാ അടുത്ത വല. എന്തായാലും നമ്മൾ ഇഷ്ടം പോലെ മീനൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടിയ ചിരിക്കുക. ഇതില് ഒരു മീനൊക്കെ ഉണ്ടാവില്ല. ഇതെന്തായാലും നല്ലൊരു മീൻ കേട്ടോ. നമ്മുടെ കാരിയുടെ ഇനത്തിൽപ്പെട്ട നമ്മള് മുള്ളെന്നൊക്കെ പറയും. നല്ല കുത്തും. ഇത് ഈ കൊമ്പ്, ഇതിന് 2 കൊമ്പ് ഞങ്ങൾ പറയും, മുള്ളാണ്. അത് പൊട്ടിക്കണം. ഇതാ 1 2 പൊട്ടിച്ചു. ഇനി കുഴപ്പമില്ല. ഇതിന്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാലേ നല്ല സുഖം. പിന്നെ പനിച്ച് കുറച്ച് ദിവസം അവിടെ കിടക്കാം. ഇവൻ പിന്നെ വലയെ കുടുങ്ങി അങ്ങനെയൊന്നും പോവില്ല. കുറച്ച് റിസ്ക് ഉണ്ട് നമുക്ക് വലയിൽ നിന്ന് ഊരി എടുക്കാനും. ഇതിൽ വേറൊരു മീനും കൂടെ ഉണ്ട്. അതിലെ ബിയമോൾ എടുക്കുന്നത്. എടുക്ക് വലയുടെ എടുക്ക്. ആ, ജീവണ്ട്. എടുത്തോ. കൊച്ചി ഇതിനെടുക്കുമ്പോ ഈ അതിനെ എടുക്ക്. എടുത്തോ. ബിയമോൾ സ്പീഡിൽ എടുത്തില്ലേ. അപ്പൊ അതാ നമ്മളെ മുള്ളന് മുട്ടടാനായിട്ടുണ്ട്. പാറ്റാനായ സമയമായിട്ടുണ്ട്. ഈ സമയത്ത് നല്ല ടേസ്റ്റിയൊക്കെ മീനൊക്കെ. അതാ അതുകൊണ്ട് വയറും കൊണ്ട് വീർത്തിട്ട് വലയിനോട് ഊരി കിട്ടുന്നില്ല. അപ്പൊ നമുക്കിതാ ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കോർത്താൽ ചെയ്യാ. മീനെ കോർത്തിട്ട് കാണിച്ചു തരാം. മീനെ ഞങ്ങളൊന്ന് കോർത്ത് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടി. അവിടെ വിട്. ഇതാ
ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. ഈ മീൻപിടുത്തമൊക്കെ ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് കുറേ മീൻ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടൂല. ഇതിപ്പോൾ നമുക്ക് ഒന്നും കിട്ടാതെ വന്നിട്ടില്ല. അതാ ഇതെങ്കിലും കിട്ടി. നമുക്കിത് വറക്കാലേ കൊണ്ടുപോയിട്ട്. അതിൽ മെച്ചതാ ബിയമോളെ കക്കയാണ്. ചെറിയ കക്ക കളഞ്ഞാൽ ഞങ്ങൾക്ക് ഇതാ വലിയ കക്കയായിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നാൽ പോവല്ലേ. അപ്പം അടുത്ത മഴ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങളെ വറുത്തെടുക്കട്ടെ കേട്ടോ. പോട്ടെ, അങ്ങനെ പോവാ.